കൈയടക്കാനുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം തുടങ്ങി. 10 ലക്ഷത്തോളം ജനങ്ങൾ താമസിക്കുന്ന പാലസ്തീനിലെ ഏറ്റവും വലിയ നഗരമായ സെയ്തൂൺ വളഞ്ഞ് ഇസ്രായേൽ സൈന്യം. ബ്രേക്കിംഗ് ന്യൂസ് എത്തുകയാണ് ഗാസയിൽ നിന്നും. ഇവിടെ 10 ലക്ഷം പാലസ്തീനുകളുണ്ട്. സെയ്തൂണിനെ വളഞ്ഞു വൻ ആക്രമണം തുടങ്ങി. ഡസൻ കണക്കിന് ഹമാസ് ഭീകരരെ ഇവിടെ വധിച്ചുവെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ ഗാസ പിടിച്ചെടുക്കാൻ അംഗീകാരം നൽകിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഗാസയിലെ ഏറ്റവും വലിയ നഗരത്തിൽ അവിടെ തന്നെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. 22 മാസത്തെ യുദ്ധത്തെ തുടർന്നുകൊണ്ട് തന്നെ ഏറ്റവും വലിയ നടപടിയിലാക്കാണ് ഇപ്പോൾ ഇസ്രായേൽ സേന കടന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി തന്നെ ഗാസയിലെ സെയ്തൂൺ നഗരത്തിൽ ഇസ്രായേൽ സൈന്യം തമ്പടിച്ചിരിക്കുന്നതായി വ്യക്തമാകുന്നു. പ്രദേശത്ത് കരസേനയുടെ നീക്കങ്ങളും കനത്ത ആക്രമണങ്ങളും നടത്തിയതായും റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. സൈന്യത്തിന്റെ കണക്കുകൾ അനുസരിച്ച് നഹൽ ഇൻഫൻട്രി ബ്രിഗേഡും അതുപോലെ 7ാമത് ആംഡ് ബ്രിഗേഡും ചേർന്നുകൊണ്ട് 99ാമത് ഡിവിഷനാണ് സെയ്തൂൺ ആക്രമണം നടത്തുന്നത്. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ഭീകരരെ ഇല്ലാതാക്കുകയും ഈ ഭീകരർ ഒളിച്ചിരുന്ന കെട്ടിടത്തിനുള്ളിൽ നിന്ന് നിരവധി ബോംബുകളും അതുപോലെ ആയുധങ്ങളും കണ്ടെത്തി നശിപ്പിക്കാൻ സാധിച്ചുവെന്നും ഇസ്രായേൽ സേന വ്യക്തമാക്കി. 20ഓളം തീവ്രവാദികളെ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തകരെ വെടിവെച്ചിട്ടുവെന്നും അല്ലെങ്കിൽ വധിച്ചുവെന്നും IDF വ്യക്തമാക്കുന്നു. സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുന്നതിനും തീവ്രവാദികളെ ഇല്ലാതാക്കുന്നതിനും ഭൂമിക്ക് മുകളിലും താഴെയുമുള്ള തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിനുമായി തന്നെ സൈന്യം പ്രവർത്തിക്കുകയാണ്. അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു ബോംബ് ട്രാപ്പ് ഒരു ഘടന സൈന്യം ആക്രമിച്ച് പൊളിച്ചു മാറ്റുകയും ചെയ്തു. അതേസമയം നഖൽ ബ്രിഗേഡ് സൈന്യം ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും നിയന്ത്രണം സ്ഥാപിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ബോംബുകൾ സ്ഥാപിക്കുന്നതിനായി കണ്ട നിരവധി പ്രവർത്തകരെയും സേന സമീപിച്ച് മറ്റുള്ളവരെയും നഹൽ സൈനികർ കൊലപ്പെടുത്തിയതായും സൈന്യം പറഞ്ഞു. കൂടാതെ തന്നെ ഡിവിഷനിലെ 990ാമത് ആർട്ടിലറി റെജിമെന്റ് കരസേനയ്ക്ക് കവറിംഗ് ഫയറിംഗ് നടത്തിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ മുൻപും അതിനിടയിലുമൊക്കെ തന്നെ പീരങ്കി യൂണിറ്റ് ഭീകരാടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ഷെല്ലാക്രമണം നടത്തുകയും സെയ്തൂൺ ബറ്റാലിയനിലെ ഹമാസ് പ്ലാന്റ് കമാൻഡർമാർ ഉൾപ്പെടെ തന്നെ നിരവധി പ്രവർത്തകരെ കൊലപ്പെടുത്തുകയും ചെയ്തതായും IDF വ്യക്തമാക്കി. പ്രദേശത്ത് ഹമാസ് കേന്ദ്രങ്ങളെയും പ്രവർത്തകരെയും ആക്രമിച്ചുകൊണ്ട് തന്നെ ഇസ്രായേലി വ്യോമസേനയ്ക്ക് പിന്തുണയും നൽകിയിട്ടുണ്ട്. ഓപ്പറേഷന് മുന്നോടിയായി തന്നെ പ്രദേശത്ത് താമസിക്കുന്ന പാലസ്തീൻ പൗരന്മാർക്ക് IDF ഒന്നിലധികം ഒഴിപ്പിക്കൽ മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തിരുന്നു. ഗാസ സിറ്റിയിൽ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയതായും സൈതണിലെയും അതുപോലെ സാംപ്രയിലും ഒക്കെ തന്നെ ജനവാസ മേഖലകളിൽ ബഹുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ വീടുകൾ ലക്ഷ്യമിട്ട് കനത്ത വ്യോമാക്രമണം ഉണ്ടായതായും ഗാസയിലെ ഹമാസ് നടത്തുന്ന സിവിൽ ഡിഫൻസ് ഏജൻസി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.